ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് ഗൈഡ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ഫംഗ്ഷനായ കൺട്രോളിംഗ്, നിയന്ത്രണം എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കൺട്രോളിംഗ്, നിയന്ത്രണം. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ പ്ലാൻഡ് ആക്ടിവിറ്റീസ്, മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് അവിടുത്തെ ആക്ച്വൽ ആക്ടിവിറ്റീസ്, യഥാർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണ് കൺട്രോളിംഗ്. കൺട്രോളിങ്ങിലൂടെ ആ സ്ഥാപനത്തിലെ പ്ലാൻഡ് ആക്ടിവിറ്റീസ്, മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസിനെ ആക്ച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയും. അതിലൂടെ അവർക്ക് ഐഡൻറ്റിഫൈ ഡീവിയേഷൻസ്, എന്തൊക്കെ വ്യതിയാനങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാനും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കറക്റ്റ് ചെയ്യാനുള്ള നടപടികൾ, ആക്ടിവിറ്റീസൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള നടപടികളൊക്കെ എടുക്കാൻ സാധിക്കും. ഇനി കൺട്രോളിങ്ങിൻ്റെ ഡെഫിനിഷൻ നോക്കാം. മാനേജറിയൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് അഗെയിൻസ്റ്റ് ദ സ്റ്റാൻഡേർഡ്. മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അവിടുത്തെ നേട്ടങ്ങൾ അളക്കുകയും അതുപോലെ തന്നെ പ്ലാനിനനുസരിച്ച് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തിരുത്തൽ നടപടികൾ എടുക്കുകയും ചെയ്യുക. അതായത് ഡീവിയേഷൻസ്, എന്തെങ്കിലും വ്യതിയാനമൊക്കെ വരികയാണെങ്കിൽ അതിന് തിരുത്തൽ നടപടികൾ എടുക്കുകയും ചെയ്യുന്നതിനെയാണ് കൺട്രോളിംഗ് എന്നാണ് കൂൺസ് ഡൊണാൾഡ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിംഗ്, കൺട്രോളിങ്ങിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഗോള്, സംഘടനാ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് സഹായിക്കും. ഇതിൽ പറയുന്നത് കൺട്രോളിംഗ് എന്നുള്ള ഫംഗ്ഷനിൽ ചെയ്യുന്നത് സ്ഥാപനത്തിലെ ആക്ടിവിറ്റീസൊക്കെ വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് കണ്ടെത്തി അത് തിരുത്താനുള്ള നടപടികളൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംഘടനാ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സ്ഥാപനത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൺട്രോളിങ്ങിന് കഴിയും. നെക്സ്റ്റ്, ജഡ്ജിങ് അക്യൂറസി ഓഫ് സ്റ്റാൻഡേർഡ്സ്, നിലവാരത്തിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൻ്റെ കൃത്യത വിലയിരുത്തുന്നു. ഒരു സ്ഥാപനത്തിൽ നല്ലൊരു കൺട്രോളിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ സ്റ്റാൻഡേർഡ്സ് എത്രത്തോളം അക്യുറേറ്റ് ആണ് അല്ലെങ്കിൽ കൃത്യതയാർന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നല്ലൊരു കൺട്രോളിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ അവരവിടെ സ്ഥാപനത്തെയും അതിൻ്റെ പരിസ്ഥിതിയെയും സ്ഥിരമായി വീക്ഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ്, നിലവാരത്തിൽ വേണ്ട മാറ്റങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്യും. നെക്സ്റ്റ്, എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സ്, വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം. ഇപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രോളിംഗ് സിസ്റ്റം ഉള്ള ഒരു സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ മാനേജർ എപ്പോഴും റിസോഴ്സസ്, വിഭവങ്ങളുടെ വേസ്റ്റേജ് ഒക്കെ കുറക്കാൻ ശ്രമിക്കും. കാരണം അവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചായിരിക്കണം അവർ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതുവഴി വിഭവങ്ങളുടെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗവും ഉറപ്പുവരുത്താൻ സാധിക്കും. നെക്സ്റ്റ്, ഇംപ്രൂവ് എംപ്ലോയി മോട്ടിവേഷൻ, ജീവനക്കാരുടെ പ്രചോദനം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എഫിഷ്യൻ്റായി കൺട്രോൾ സിസ്റ്റം ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ജീവനക്കാരുടെ പെർഫോമൻസിനൊക്കെ സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചായിരിക്കും അവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നത്. അവിടെ എംപ്ലോയീസിന് അറിയാൻ കഴിയും ഏത് സ്റ്റാൻഡേർഡ് എത്തിയാലാണ് അവർക്ക് റിവാർഡ്, പ്രതിഫലം കിട്ടുക എന്ന്. അപ്പോൾ അതവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ മെച്ചപ്പെട്ട പെർഫോമൻസ്, പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യും. നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ, ഏകോപനത്തിന് സഹായിക്കും. ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കൺട്രോളിങ് മാർഗനിർദ്ദേശം നൽകും. സ്ഥാപനത്തിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ജീവനക്കാരും ഒക്കെ മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സ്ഥാപനത്തിലെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുവരാൻ കൺട്രോളിങ്ങിലൂടെ കഴിയും. നെക്സ്റ്റ്, എൻഷുർ ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ, ക്രമവും അച്ചടക്കവും ഉറപ്പുവരുത്തുന്നു. നല്ലൊരു കൺട്രോളിംഗ് സിസ്റ്റമുള്ള സ്ഥാപനമാണെങ്കിൽ അവിടെ എംപ്ലോയീസിൻ്റെ, ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും പരിശോധിക്കുകയും അതുവഴി അവരുടെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നിയന്ത്രിക്കാനും കഴിയും. ഈ ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ്, കൺട്രോളിങ്ങിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഡിഫിക്കൽറ്റി ഇൻ സെറ്റിംഗ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്, സാംഘികമായിട്ട് നിലവാരങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഒരു സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്, അതായത് സംഖ്യയായിട്ട് നിർണ്ണയിക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, തൊഴിൽ സംതൃപ്തി, തൊഴിലാളികളുടെ മനോഭാവം, അവരുടെ പെരുമാറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡായിട്ട് അളക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ കൺട്രോളിംഗ് സംവിധാനത്തിൻ്റെ ഫലപ്രാപ്തി നഷ്ടപ്പെടാനുള്ള കാരണമാവും. നെക്സ്റ്റ്, ലിറ്റിൽ കൺട്രോൾ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ബാഹ്യ ഘടകങ്ങളുടെ പരിമിതമായ നിയന്ത്രണം. ഒരു സ്ഥാപനത്തിലെ അവരുടെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, സ്ഥാപനത്തിന് അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം കൺട്രോൾ ചെയ്യാൻ കഴിയും. എന്നാൽ സ്ഥാപനത്തിന് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സായ സർക്കാർ നയങ്ങൾ, സാങ്കേതിക മാറ്റങ്ങൾ, സ്ഥാപനങ്ങൾക്കിടയിലുള്ള മത്സരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിയന്ത്രിക്കാൻ കഴിയണമെന്നില്ല. റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്, ജീവനക്കാരുടെ പ്രതിഷേധം.
അപ്പോൾ ജീവനക്കാർ പലപ്പോഴും ഇങ്ങനെയുള്ള കൺട്രോളിങ്ങിനെ കാണുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള ഒരു നിയന്ത്രണമായിട്ടാണ്. അപ്പോൾ CCTV ഒക്കെ വെച്ചിട്ടുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ജീവനക്കാരുടെ എതിർപ്പിനിടയാക്കാനുള്ള കാരണമാവും. നെക്സ്റ്റ്, കോസ്റ്റ്ലി അഫെയർ, ചിലവേറിയ ഇടപാട്. അപ്പോൾ നല്ലൊരു കൺട്രോളിങ് സിസ്റ്റം ആണെങ്കിൽ അതിന് നല്ല എക്സ്പെൻസ്, ചിലവും സമയവും പരിശ്രമമൊക്കെ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ചെറിയ സ്ഥാപനങ്ങൾക്കൊന്നും വിലയേറിയ കൺട്രോളിങ് നിയന്ത്രണ സംവിധാനങ്ങളൊന്നും നടപ്പിൽ വരുത്താൻ കഴിയണമെന്നില്ല. ഓരോ സ്ഥാപനത്തിലെയും മാനേജർമാർ അവിടുത്തെ കൺട്രോളിങ് സിസ്റ്റത്തിൻ്റെ ചെലവ് വളരെ കുറവാണെന്ന് എപ്പോഴും ഉറപ്പുവരുത്തണം. ഇനി റിലേഷൻഷിപ്പ് വിത്തിൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി തീരുമാനിക്കണേ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. എന്നാൽ കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ പ്ലാനിനനുസരിച്ചാണോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തുകയാണ്. ഇപ്പോൾ ഇവിടെ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കൺട്രോളിങ്ങിന് അടിസ്ഥാനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ കൺട്രോളിങ്ങിലൂടെ കറക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും പിന്നീട് ഭാവിയിലേക്കുള്ള പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ പ്ലാനിങ് എന്നുള്ളത് കൺട്രോളിങ്ങിനുള്ളൊരു മുൻവ്യവസ്ഥയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും വിത്തൗട്ട് പ്ലാനിങ്ങിനെ കൂടാതെ കൺട്രോളിങ് എന്നുള്ളത് ഒരു അർത്ഥമില്ലാത്ത കാര്യമാണെന്ന്. അപ്പോൾ പ്ലാനിങ് എന്നുള്ളത് ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സ്, ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയുമാണ് പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. എന്നാൽ കൺട്രോളിങ്ങിലാണെങ്കിൽ അവിടെ എടുത്തിട്ടുള്ള ഡിസിഷൻസ്, പ്ലാനിങ്ങിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടപ്പിൽ വരുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പ്ലാനിങ് എന്നുള്ളത് പ്രിസ്ക്രിപ്റ്റീവ്, നിർദ്ദേശാധിഷ്ഠിതമായിരിക്കും. എന്നാൽ കൺട്രോളിങ് എന്നുള്ളത് അവിടെ മൂല്യനിർണ്ണയമാണ് നടക്കുന്നത്. ഇനി പ്രോസസ് ഓഫ് കൺട്രോളിങ്, നിയന്ത്രണ പ്രക്രിയ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, പ്രകടന നിലവാരം നിശ്ചയിക്കുക. മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, യഥാർത്ഥ പ്രകടനം അളക്കുക. നെക്സ്റ്റ്, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്, യഥാർത്ഥത്തിലുള്ള പ്രകടനം മുൻകൂട്ടി നിശ്ചയിച്ചതുമായിട്ട് താരതമ്യം ചെയ്യുക. അനലൈസിങ് ഡീവിയേഷൻസ്, വ്യതിയാനങ്ങൾ വിശകലനം ചെയ്യുക. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്, തിരുത്തൽ നടപടികൾ എടുക്കുക. ഇവ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, പ്രകടന നിലവാരം നിശ്ചയിക്കുക. സ്റ്റാൻഡേർഡ്സ്, നിലവാരം എന്ന് പറയുന്നത് ആക്ച്വൽ പെർഫോമൻസ്, യഥാർത്ഥത്തിലുള്ള പ്രകടനം അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, ഘനാത്മകമായിട്ടും ഗുണാത്മകമായിട്ടും സെറ്റ് ചെയ്യാം. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് എന്ന് പറയുമ്പോൾ സംഖ്യാപരമായിട്ട്, അതായത് എത്ര വരുമാനം നേടാം, അല്ലെങ്കിൽ എത്ര ചിലവാകും, അല്ലെങ്കിൽ എത്ര സമയമെടുക്കും, അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് വിൽക്കാൻ കഴിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ വരുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് ഗുണാത്മകമായിട്ടുള്ള നിലവാരങ്ങളിൽ വരുന്നതാണ്. ഇംപ്രൂവിങ് ഗുഡ് വില്, സൽപ്പേര് വർദ്ധിപ്പിക്കുക, മോട്ടിവേഷൻ ലെവല്, ജീവനക്കാരുടെ പ്രചോദന തലം വർദ്ധിപ്പിക്കുക, ഇവയൊക്കെ. നെക്സ്റ്റ് വണ്ണാണ് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, യഥാർത്ഥത്തിലുള്ള പ്രകടനം അളക്കുക. അപ്പോൾ ഓരോ ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ചായിരിക്കും അവിടെ പെർഫോമൻസ് അളക്കുന്നത്. ചില സ്ഥാപനങ്ങൾ പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷമാവും മറ്റു ചില സ്ഥാപനങ്ങൾ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാവാം പ്രകടനം അളക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് പേഴ്സണൽ ഒബ്സർവേഷൻ, വ്യക്തിഗത നിരീക്ഷണം, സാമ്പിൾ ചെക്കിങ്, സാമ്പിളുകൾ പരിശോധിക്കുക, പെർഫോമൻസ് റിപ്പോർട്ടുകൾ, പ്രകടന റിപ്പോർട്ടുകൾ, ഇവയൊക്കെ. ഇപ്പോൾ ഒരു ജീവനക്കാരൻ്റെ പെർഫോമൻസ് ആണ് അളക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ആ ജീവനക്കാരൻ്റെ മേലുദ്യോഗസ്ഥൻ തയ്യാറാക്കിയിട്ടുള്ള പെർഫോമൻസ് റിപ്പോർട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ, വ്യക്തിഗത നിരീക്ഷണത്തിലൂടെയൊക്കെ ആയിരിക്കും ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയ സ്ഥാപനമാണെങ്കിൽ അവർക്ക് ഓരോ പ്രൊഡക്റ്റും നോക്കാം. പക്ഷേ വലിയ സ്ഥാപനമാണെങ്കിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിന് സാമ്പിൾ എടുത്തിട്ട് അവർക്ക് പരിശോധിക്കാം. ഇനി കമ്പനിയുടെ പെർഫോമൻസ് ആണ് അളക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, നിക്ഷേപത്തിൻ്റെ മുകളിലുള്ള റിട്ടേൺ, വരുമാനം, ഇവയൊക്കെ നോക്കിയിട്ട് കമ്പനിയുടെ പെർഫോമൻസ് അളക്കാൻ കഴിയും. നെക്സ്റ്റ് വണ്ണാണ് കമ്പയറിങ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്, യഥാർത്ഥത്തിലുള്ള പ്രകടനം മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡ്സ് നിലവാരമായിട്ട് താരതമ്യം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എവിടേക്കാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡീവിയേഷൻസ്, വ്യതിയാനം വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്, അതായത് സംഖ്യാത്മകമായിട്ടാണ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ജീവനക്കാരൻ്റെ പെർഫോമൻസ് അളക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുകയാണ്. അയാൾ അടുത്ത ആഴ്ച ഒരു 40 ഷർട്ട് ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ആ ആഴ്ച കഴിഞ്ഞതിന് ശേഷം
അയാളുടെ പ്രവൃത്തി, അത് ഷർട്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അയാൾ എത്രയാണോ ഷർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് മുൻകൂട്ടി നിശ്ചയിച്ച ആ സ്റ്റാൻഡേർഡ് 40 ഷർട്ടുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അവിടെ എന്തൊക്കെ ഡീവിയേഷൻസ്, വ്യതിയാനങ്ങളാണ് വന്നിട്ടുള്ളത്, അതായത് ആ ഷർട്ട് 40 ഷർട്ടിനേക്കാൾ കൂടുതലാണോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടാണോ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് അനലൈസിങ് ഡീവിയേഷൻസ്, വ്യതിയാനങ്ങൾ വിലയിരുത്തുക. ഇപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡും താരതമ്യം ചെയ്യുമ്പോൾ അവിടെ ഡീവിയേഷൻസ്, വ്യതിയാനങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എത്രത്തോളം വ്യതിയാനം, ഡീവിയേഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഡീവിയേഷൻസ് ഏത് വരെയാണെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് വെക്കണം. അതുപോലെ തന്നെ പ്രധാന മേഖലകളിലുള്ള വ്യതിയാനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ഇവ എന്താണെന്ന് നോക്കാം. ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ, നിർണായക കേന്ദ്രങ്ങളിലെ നിയന്ത്രണം. ഇവിടെ പറയുന്നത് കൺട്രോളിങ്, നിയന്ത്രണം എന്നുള്ളത് കീ റിസൾട്ട് ഏരിയാസ്, സുപ്രധാന മേഖലകളിലായിരിക്കണം. അതായത് കീ ഏരിയാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മേഖലകളിലെ പ്രവർത്തനങ്ങളിലൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ആ സ്ഥാപനത്തിനെ തന്നെ മൊത്തമായിട്ടും ബാധിക്കും. അങ്ങനെയുള്ള മേഖലകളാണ് കീ ഏരിയാസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജീവനക്കാരുടെ വേതനം 10% ഉയർത്തി, അത് ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ 20% തപാൽ ചാർജിൽ ഉണ്ടാവുന്ന വർധനവ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ ഗുരുതരമായിട്ട് ബാധിക്കാനിടയില്ല. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ, സവിശേഷ മേഖലകളിലെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നിയന്ത്രണം. ഇപ്പോൾ ആക്ച്വൽ പെർഫോമൻസിനെ മുൻകൂട്ടി നിശ്ചയിച്ച പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന വ്യതിയാനങ്ങൾ അനുവദിച്ചതിൽ കൂടുതലാണെങ്കിൽ മാത്രം ഉന്നത തലത്തിലേക്ക് അറിയിച്ചാൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജീവനക്കാരുടെ വേജസ്, വേതനം 2% കൂടുകയാണ്. അപ്പോൾ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തത് പ്രകാരം അനുവദിച്ചിട്ടുണ്ട് 2% വരെ, പ്രശ്നമില്ല എന്ന്. എന്നാൽ അതിൽ കൂടുതൽ വരികയാണെങ്കിൽ അത് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ മാനേജ്മെൻറ്റ് വഴി എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെർഫോമൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ മൈനർ ഡീവിയേഷൻസ്, ചെറിയ വ്യതിയാനങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാനേജേഴ്സ് അവരുടെ ടൈമും എനർജിയും ഒന്നും കളയേണ്ട ആവശ്യമില്ല. അവർ ഹൈ ഡിഗ്രി ഡീവിയേഷൻസ്, അവർ അനുവദിച്ചതിൽ കൂടുതലായിട്ടുള്ള വ്യതിയാനം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയാവും. കൺട്രോളിംഗ് പ്രോസസ്സിലെ ലാസ്റ്റ് വണ്ണാണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷന്, തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക. ഇപ്പോൾ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഡീവിയേഷൻസ്, വ്യതിയാനങ്ങളൊക്കെ അനുവദിച്ച പരിധിക്കുള്ളിലാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് നടപടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അനുവദിച്ചതിലും കൂടുതലായിട്ട് ഡീവിയേഷൻസ്, വ്യതിയാനങ്ങൾ വരികയാണെങ്കിൽ അതിൽ മാനേജ്മെൻറ്റ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും അതുപോലെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച നിലവാരം, സ്റ്റാൻഡേർഡിലൊക്കെ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളാണ് എംപ്ലോയീസിന് ട്രെയിനിങ് നൽകുക, അതുപോലെ തന്നെ നിശ്ചയിച്ച സമയത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടുതലായിട്ട് ജീവനക്കാരെയോ ഉപകരണങ്ങളെയൊക്കെ ഏർപ്പാട് ചെയ്യുക. അപ്പോൾ എന്താണ് പ്രശ്നം അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് തിരുത്തൽ നടപടി സ്വീകരിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.